ഈ ചൂടുകാലത്ത് മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി സ്ട്രീറ്റിലെത്തിയാൽ നല്ല ഒന്നാന്തരം ഒരു ദാഹശമനം കിട്ടും. എന്തുവാണെന്നറിയോ? ഫ്രീ ആയി വയറ് നിറയാതെ കുടിച്ചു മടങ്ങാം. കത്തുന്ന വേനലിൽ ഉള്ളൊന്ന് തണുക്കാൻ ഈ ഐറ്റം ബെസ്റ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂട്. ഈ വെള്ളം കുടിച്ചിട്ടൊന്നും ദാഹം മാറില്ല. ദാഹം മാറണമെങ്കിൽ വേറൊരു സാധനം. ആണോ? എന്താ സാധനം? വാ അങ്ങോട്ട് പോവാം. ഞാൻ ആണോ? നമുക്ക് പോയി നോക്കിയാലോ. നല്ല തണുത്ത മോര്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരൽപ്പം ജീരകം കൂടി ചേർത്ത് ഗുജറാത്തി റെസിപ്പിയിൽ ഒരു പിടുത്തം. ഈ പൊള്ളുന്ന വേനലിൽ ഉള്ളു തണുക്കാൻ മറ്റെന്തു വേണം? മട്ടാഞ്ചേരി ഗുജറാത്തി സ്ട്രീറ്റിൽ രാവിലെ 11 മണിയോടെ എത്തിയാൽ വയറു നിറയെ സംഭാരം കുടിച്ചു മടങ്ങാം. മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ ദാഹപ്പന്തൽ. തണുപ്പിച്ചു പോവാം, മോരൊഴിച്ചു പോവാം, തണുപ്പിച്ചു പോവാം, ദാഹം തീർക്കാം. ഏപ്രിൽ 10-ാം തീയതിയാണ് ഈ ജനകീയ ദാഹപ്പന്തൽ മട്ടാഞ്ചേരിയിൽ നമ്മൾ ആരംഭിച്ചത്. ഏകദേശം 10,000-ഓളം ആൾക്കാർക്ക് നമുക്ക് ഈ കൊടും വേനൽ ചൂടിൽ നിന്ന് ഒരു ചെറിയ ആശ്വാസം നൽകാൻ പറ്റിയത് ഒരു ചെറിയ കാര്യമല്ല. തണുത്ത സംഭാരം ഇങ്ങെത്തിയാൽ പിന്നെ ആകെ മൊത്തം തിരക്കാണ്. വാഹനം നിർത്തിയും കാൽനട യാത്രക്കാരുമൊക്കെ ആവോളം സംഭാരം കുടിച്ചു മടങ്ങും. ചൂടുകാലത്ത് പതിവായി എത്തുന്നവരുമുണ്ട്. എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട സംഭവം. ഞാൻ ഒരു ദിവസം 10 ഗ്ലാസ് കുടിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സേവനമാണ്. ചൂടിന് ഇങ്ങനെയൊക്കെ ചെയ്യണത് ദൈവത്തിന്റെ ഒരു ഇതല്ലേ. പ്രതിദിനം 500-ലധികം പേർ സൗജന്യ ദാഹപ്പന്തലിലെത്തി സംഭാരം കുടിക്കും. വേനൽ കഴിയും വരെയും മട്ടാഞ്ചേരിയിലെത്തുന്നവരുടെ ഉള്ളു തണുപ്പിക്കാൻ ദീപക് പൂജാരയുടെയും സംഘത്തിന്റെയും സൗജന്യ ദാഹപ്പന്തൽ ഇവിടെ ഉണ്ടാകും. സംഗതി മോര് അടിപൊളിയാണെങ്കിലും ഇവിടത്തെ താരം ഈ മോരല്ല. ഈ ചൂട് കാലത്ത് അത് പകർന്നു നൽകുന്ന ഈ മനുഷ്യരാണ്. മട്ടാഞ്ചേരിയിൽ നിന്ന് ക്യാമറാമാൻ അനന്തുബി നായർക്കും ശ്രീകുമാറിനുമൊപ്പം വിനീത VG 24. അപ്പൊ ചൂടത്ത് അങ്ങനെ പൊരിഞ്ഞു വരുമ്പോഴത്തേക്കുള്ള സംഭാരം അങ്ങനെ ഗംഭീര കൂടിയ സംഭവം തന്നെയാണ് അല്ലേ? അതെ, വിനീത ചെയ്തത് ഒരു ചതിയായിപ്പോയി. കാരണം നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ ഒരു ത്വരയൊക്കെ തോന്നുന്നുണ്ട്. അതെ. അപ്പോൾ എന്തായാലും അവിടെ ആ ജനകീയ സംഭാര പന്തലിന് ദീപക് പൂജാരയ്ക്ക് അതിന്റെ സംഘാടകർക്ക് എല്ലാവരും ആശംസകളും. നല്ല കാര്യം, ഒരു മഹത്തായ കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കാര്യം. അരുൺ ജി മുട്ട പറയുകയാണ്, കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളിൽ കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് ഒന്ന് പുനഃപരിശോധിക്കണം. യാത്രകളിൽ അത്രയ്ക്ക് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ആലോചിക്കാമെന്ന് തോന്നുന്നു അല്ലേ? അതെ. മാത്യുവിന്റെ ഒരു സന്ദേശമുണ്ട്. ഗുഡ് മോർണിംഗ്, ഞാൻ 24 അല്ലാതെ ഒരു ചാനൽ വെക്കില്ല. ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ SKN ഒന്നും വായിച്ചില്ല. ഭാര്യ കളിയാക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പരിഹരിക്കാമോ നിങ്ങൾ? അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും വേണ്ട, പരിഹരിച്ചിരിക്കുന്നു.